ഇറാനെതിരെ വീണ്ടും US ആക്രമണം നടത്തിയാൽ ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിടുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ്. പുതിയ ആക്രമണങ്ങൾ ഉണ്ടായാൽ ഗൾഫിലെ ഊർജ്ജ മേഖലകളെ ആക്രമിക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത്. ഇറാനെ ആക്രമിക്കുമെന്ന് നേരത്തെ ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതാണ്. ഇതിന് മറുപടിയായാണ് ഇറാന്റെ ഭീഷണി സന്ദേശം. US വീണ്ടും ആക്രമിച്ചാൽ ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിടുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. ഗൾഫ് മേഖലയിലെ നിർണായക ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെ പ്രതികാര നടപടികൾ സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത്. ഹോർമുസ് തുറക്കുന്ന കരാർ ഉടനുണ്ടാകുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. കരാറായാൽ ജൂൺ 17 ഒപ്പുവെച്ച ഇറാൻ US വെടിനിർത്തലും പുനഃസ്ഥാപിക്കപ്പെടുമെന്നാണ് സൂചന. അങ്ങനെ വന്നാൽ 5 മാസമായി തുടരുന്ന സംഘർഷത്തിന് വിരാമമാകും. ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് ഇറാനുമായുള്ള ചർച്ച പുരോഗമിക്കുന്നത്. ചർച്ച അന്തിമഘട്ടത്തിലാണെങ്കിലും സുപ്രധാന വിഷയങ്ങളിൽ ഇനിയും ധാരണയാവാനുണ്ട്. അതിനിടെ ചെങ്കടലിൽ ഇന്നലെ സൗദിയുടെ വഫ എണ്ണക്കപ്പലിന് നേരെ മിസൈൽ ആക്രമണം നടത്തി. ചെങ്കടലിൽ ചൊവ്വാഴ്ച സ്ഫോടനത്തിൽ ഇന്ത്യൻ ചരക്കുകപ്പൽ തകർന്നു. 13 ഇന്ത്യക്കാരടക്കമുള്ള നാവികരെ യമൻ തീരസേന രക്ഷിച്ചു. സ്ഫോടക വസ്തുക്കൾ നിറച്ച ബോട്ടുകൾ കൊണ്ടിടിച്ചാണ് ദുരന്തമുണ്ടായത്. ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചതിനു പിന്നാലെയാണ് ഹൂതികൾ സൗദിക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.